നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 160 യാത്രക്കാരും സുരക്ഷിതരാണ്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വിമാനമാണ് അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാരുമായി പുലർച്ചെ 1:05 എയർ ഇന്ത്യ എക്സ്പ്രസ് ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. യാത്രാമധ്യേ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിക്കുകയും വിമാനത്തിന്റെ ഒരു ടയർ പൊട്ടുകയും ചെയ്തു. തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിംഗിന് ആവശ്യപ്പെടുകയായിരുന്നു. പൂർണ്ണസജ്ജമായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു. ലാൻഡിംഗിനിടയിൽ രണ്ടാമത്തെ ടയറും പൊട്ടി. ജിദ്ദയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വസ്തു വിമാനത്തിന്റെ ടയറിൽ തട്ടിയതാണ് ടയർ പൊട്ടാൻ കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ടേക്ക് ഓഫ് സമയത്ത് വലിയ ശബ്ദവും വിമാനത്തിനുള്ളിൽ കുലുക്കവും അനുഭവപ്പെട്ടിരുന്നതായും യാത്രക്കാർ പറഞ്ഞു. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വലിയൊരു ശബ്ദം കേട്ടു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ക്യാബിൻ ക്രൂവിന് ചോദിച്ചു ഇതെന്താണ് സംഭവം. ക്യാബിൻ ക്രൂവിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫ്ലൈറ്റ് റൺവേയിലുള്ള സിഗ്നൽ ലൈറ്റിന് മുകളിൽ കയറിയതെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ കൂടുതൽ ആൾ പറഞ്ഞു അല്ല അത് ടയർ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ടയറൊന്നും പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാബിൻ ക്രൂവിനും പൈലറ്റിനൊന്നും മനസ്സിലായിട്ടില്ല ടയർ പൊട്ടി വരാം. മറ്റൊരു വിമാനം ക്രമീകരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. മുഴുവനും യാത്രക്കാരെയും റോഡ് മാർഗം കരിപ്പൂരിലെത്തിക്കും. യാത്രക്കാരുമായി 5 ബസ്സുകൾ കരിപ്പൂരിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിന്റെ വിശദമായ സാങ്കേതിക പരിശോധന നടന്നുവരികയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.